ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസത്തെ നോമ്പിനെടുത്ത വീഡിയോ ആണ്. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് എൻ്റെ ബ്രദറും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഒരു സവാള, ഇത്രയും സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു പകുതി മാഗി ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ട്. അപ്പം ഞാൻ കുക്കർ അടച്ച് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ജ്യൂസിനായിട്ട് മുന്തിരിങ്ങ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം മുന്തിരിങ്ങ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് കേട്ടോ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാഞ്ഞ കാര്യം ഓർത്തത്. പിന്നെയും കുക്കർ തുറന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു 2 വിസിൽ അടിക്കുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ സമൂസയാണ് ഇന്ന് പൊരിക്കടിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 3 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് പകുതി ക്യാപ്സിക്കേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാള കുറച്ച് ഉപ്പും കൂടെയും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാവേ. അപ്പം ഞാൻ ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ട് അരപ്പുണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ തേങ്ങാപ്പാലിലല്ല വെക്കുന്നത്, തേങ്ങ അരച്ചാണ് ചേർത്ത് വെക്കുന്നത്. അപ്പം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വലിയ ജീരകം, രണ്ട് കഷ്ണം ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും സാധനങ്ങളാണ് ഇടുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാവേ. നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടി നമുക്ക് നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പം മിക്കവരും തേങ്ങാപ്പാലിലാണ് സ്റ്റൂ ഉണ്ടാക്കാറ്. ഞാനിങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും തോന്നാറില്ല. നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഇങ്ങനെ വെച്ചാലും. അപ്പം ഞാൻ ഈ സമയത്ത് നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിരുന്നു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ക്യാപ്സിക്കവും ചിക്കൻ മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം സമൂസയിൽ അങ്ങനെ ഇടാറില്ല, പക്ഷേങ്കിൽ എനിക്കിവിടെ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ വേവിക്കാൻ വെച്ചത് ഉപ്പും കുരുമുളക് പൊടി ഇട്ടാണ്. അപ്പോൾ അതുകൂടെ പിച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സമൂസയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാല പൊടി നമുക്ക് ചിക്കൻ വേവിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ആ ടൈമിൽ ഇട്ട് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കാരണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പാലപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം ഞാൻ മുന്തിരിങ്ങ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് ജ്യൂസ് അടിച്ച് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സമൂസ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ സമൂസ ഷീറ്റ് വാങ്ങിച്ചിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ച ഷീറ്റാണ് കേട്ടോ. ഫില്ലിംഗ് ഒക്കെ ഇതിലേക്ക് നിറച്ച് ഞാൻ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ആ സമയമാകുമ്പോഴേ പൊരിച്ചെടുക്കുന്നുള്ളൂ. അപ്പം സമൂസയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 2 മാങ്ങയും കൂടെ ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട്. മാങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് 2 പഴവും കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ വറക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെരിഞ്ജീരകവും അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ മൈദ, ഒരു 1.5 ടീസ്പൂൺ അളവിൽ
ചിക്കൻ മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ അരിപ്പൊടി. ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് ഒരു മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുന്നത്. ഇടിയപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ തിളച്ച വെള്ളമെല്ലാം ഒഴിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ചിക്കൻ്റെ ഈ മസാല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതിലും ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഈ ഒരു മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ വറക്കാനായിട്ട്. അപ്പം നമ്മുടെ ചിക്കൻ വറുത്തതും സമൂസയും ഇടിയപ്പവും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനിടയ്ക്ക് ഞാൻ നാരങ്ങ വെള്ളം എല്ലാം ഉണ്ടാക്കിയിരുന്നു കേട്ടോ.